ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് CH പ്രതിഭ ക്വിസിൻ്റെ സ്കൂൾ തലം HS ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ മാസം ഫലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച G7 രാജ്യങ്ങൾ ഏത്? ആൻസർ യുണൈറ്റഡ് കിങ്ഡം, കാനഡ. 2. AI ആക്ഷൻ ഉച്ചകോടി 2025 ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ആൻസർ പാരീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നോമാഡ് വില്ലേജ് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? ആൻസർ സിക്കിം. 4ാമത്തെ ക്വസ്റ്റ്യന്, 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരായിരുന്നു? ആൻസർ അരീന സബലങ്ക. ക്വസ്റ്റ്യന്, 2025 ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ആൻസർ പാകിസ്ഥാൻ. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. വേദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യകൃതിയായി കണക്കാക്കപ്പെടുന്ന സ്തുതിഗീതങ്ങൾ, പ്രാർത്ഥനകൾ, തത്വചിന്തകൾ എന്നിവ അടങ്ങിയ പുരാതന ഇന്ത്യൻ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഋഗ്വേദം. 8. മരങ്ങൾ മുറിക്കുന്നത് തടയാൻ അംഗങ്ങൾ മരങ്ങളെ കെട്ടിപ്പിടിച്ച് പ്രശസ്തമായ ചിക്കോ പ്രസ്ഥാനം എന്ന വനസംരക്ഷണ പ്രസ്ഥാനം നയിച്ചത് ഏത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ്? സുന്ദർലാൽ ബഹുഗുണ. 9. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന പർവ്വതപാത ഏതാണ്? സോജില ചുരം. 10ാമത്തെ ക്വസ്റ്റ്യന്, പാറയിൽ കൊത്തിയ ബുദ്ധ ഗുഹാക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. 11. ചോള രാജവംശം ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജവംശങ്ങളിൽ ഒന്നാണ്. ഇത് വെങ്കല ശില്പങ്ങൾക്കും നാവിക ശക്തിക്കും പേരുകേട്ടതായിരുന്നു. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഈ രാജവംശം ഉത്ഭവിച്ചത്? ആൻസർ ദക്ഷിണേന്ത്യ. 12. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്ത്? BR ഗവായ്. 13. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന പ്രധാന നദി ഏതാണ്? ഗോദാവരി. 14. ഒരു ഭീമാകാരമായ രഥത്തിൻ്റെ ആകൃതിയിലുള്ള 13ാം നൂറ്റാണ്ടിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഒഡീഷ. 15. രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് CH മുഹമ്മദ് കോയ സാഹിബ് ഒരു പത്രപ്രവർത്തകനായിരുന്നു. 1947 കോഴിക്കോട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക മുഖപത്രമായി മാറിയ ഒരു പത്രത്തിനു പിന്നിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എഡിറ്റ് ചെയ്ത ഈ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്തായിരുന്നു? ചന്ദ്രിക. ചന്ദ്രിക പത്രത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? എയും ബിയും ശരിയാണ്. എ, ഇത് 1934 ഒരു ദിനപത്രമായി സ്ഥാപിതമായി. ബി, ഇത് തലശ്ശേരിയിൽ നിന്നും സ്ഥാപിതമായി. 17. CH മുഹമ്മദ് കോയ കേരള രാഷ്ട്രീയത്തിൽ നിരവധി സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏത് പദവിയാണ് അദ്ദേഹം വഹിക്കാത്തത്? ആൻസർ ബി ആണ്, ഗവർണർ. ചരിത്ര പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയും അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി വരെ കാൽനടയായി സഞ്ചരിച്ച ആകെ ദൂരം എത്രയായിരുന്നു? ആൻസർ 387 കിലോമീറ്റർ. 19. ആദ്യത്തെ 10 അഭാജ്യ സംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ 129. 20. ഒരു പഞ്ചഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എത്രയാണ്? ആൻസർ 540 ഡിഗ്രി. ഈ ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ്, ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏത്? ആൻസർ ഒമാൻ. 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനം ഏത്? ആൻസർ MiG-21. 3. തഞ്ചാവൂർ വാട്ടം എന്നറിയപ്പെടുന്ന കുമിൾ രോഗം ബാധിക്കുന്ന വൃക്ഷം ഏത്? ആൻസർ തെങ്ങ്. 4ാമത്തെ ക്വസ്റ്റ്യന്, ഗഗൻയാൻ ദൗത്യത്തിൻ്റെ വനിതാ റോബോട്ടിൻ്റെ പേരെന്ത്? വ്യോമമിത്ര. 5. ക്ലാസിക്കൽ ചെസ് കളിയിൽ നിലവിലെ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാര്? ആൻസർ GM അഭിമന്യു മിശ്ര. ഓക്കെ മക്കളെ, ഇനിയും നന്നായിട്ട് പഠിക്കുക കേട്ടോ.